കേരളത്തിലെ വൺ സൈഡഡ് ആയിട്ടുള്ള മെയിൻ സ്ട്രീം മീഡിയ വേണമെങ്കിൽ നമുക്ക് ഇൻഡി മീഡിയ എന്ന് വിശേഷിപ്പിക്കാം. അതായിരിക്കും അവർക്ക് ചേരുന്ന ഒരു പദം എന്നാണ് തോന്നുന്നത്. കാരണം ഗോദി മീഡിയക്ക് ബദലായിട്ട് ഇൻഡി മീഡിയ, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന, അവർക്ക് വേണ്ടി അജണ്ടകൾ സെറ്റ് ചെയ്ത് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടുന്ന മേഖലയെ നമുക്ക് ഇൻഡി മീഡിയ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. മാപ്പറുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പഞ്ചില്ലേ. ഇൻഡി മീഡിയ എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകർ, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഈ ഇൻഡി മീഡിയയുടെ ഒരു പ്രധാന ടാർഗറ്റ് ആയിരുന്നു നമ്മുടെ TG മോഹൻദാസ്. TGയെ മാക്സിമം ടാർഗറ്റ് ചെയ്യാൻ അവർ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അവരത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. മീഡിയ വണ്ണും റിപ്പോർട്ടറും ഉൾപ്പെടെ എല്ലാ മീഡിയയും TGയെ എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കണം എന്ന് പറഞ്ഞ് അത്രക്കും വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് നടത്തിയത്. എന്തായാലും 24 മണിക്കൂർ പോലും ആ സന്തോഷം നിലനിന്നില്ല എന്നത് അവരെ സംബന്ധിച്ച് വളരെ ശോകമായ കാര്യം തന്നെയാണ്. കാരണം വലിയൊരു തിരിച്ചടി തന്നെയാണ് കേരളത്തിലെ ഇൻഡി മീഡിയക്ക് അല്ലെങ്കിൽ മാപ്രകൾക്ക് നേരിട്ടിരിക്കുന്നത്. TG എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് BJP സ്റ്റേറ്റ് ഇൻ്റലക്ച്വൽ സെൽ കൺവീനർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളിൽ തിളങ്ങി നിന്നിരുന്നു. TG മോഹൻദാസിൻ്റെ പഴയ പല വീഡിയോസും, അതായത് ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ സ്ട്രീം മീഡിയാസിൽ പോയി അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില പൊളിച്ചടുക്കൽ, അതെല്ലാം ഇപ്പം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ശേഷം, TGയുടെ അറസ്റ്റിന് ശേഷമാണ് അത് വീണ്ടും പഴയ വീഡിയോകളൊക്കെ പല ആളുകളും പൊടി തട്ടിയെടുത്തിരിക്കുന്നത്. അതിൽ MV നികേഷ് കുമാറും അദ്ദേഹം തമ്മിലൊരു ചർച്ചയുടെ വീഡിയോ ഉണ്ട്. MV നികേഷ് കുമാർ ആളാകാൻ വേണ്ടി വളരെ മോശമായുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുന്നു. അതേ രീതിയിൽ തന്നെ അദ്ദേഹം തിരിച്ചടിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം വെച്ച് തന്നെ അദ്ദേഹം തിരിച്ചടിക്കുന്നു. MV നികേഷ് കുമാറിനെ ശരിക്കും ഒന്നുമല്ലാതാക്കുന്നു. പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു കഴിവുള്ള എല്ലാ അർത്ഥത്തിലും, അതിപ്പോൾ ഫാക്സ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷ എന്താണോ അതേ രീതിയിൽ തന്നെ കൗണ്ടർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ പറ്റുന്ന വളരെ അപൂർവം പേരുള്ളൂ പൊതുവെ റൈറ്റ് വിങ്ങിൽ കേരളത്തിലുള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് TG മോഹൻദാസ്. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എന്റെ വാക്കുകൾ വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ചന്തി കഴുകുക എന്ന് പറയുന്നില്ലേ, ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി നികേഷൻ ചെയ്യുന്നില്ലേ? ഇല്ല, ആ പറഞ്ഞ പ്രവൃത്തി ചെയ്തുകൊണ്ട് MLA ആയിട്ട് മത്സരിക്കുക വരെ ചെയ്ത മാന്യൻ ചന്തി കഴുകുന്ന വർത്തമാനം പറയുന്നത് അപഹാസ്യമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും മിനിമം ഒരു നാണം വേണം. താൻ ചെയ്യുന്ന പ്രവൃത്തി ബാക്കിയുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് നാണം തോന്നുന്നത്. ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു സാധനമില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ എനിക്ക്. ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രം. ഇതുപോലെ ഒരുപാട് ചർച്ചകൾ അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു. ശരിക്കും BJPയുടെയും വലതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെയൊക്കെ ശബ്ദമായിട്ട് TG മാറിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. രാത്രി ചർച്ചകളിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയൊരു വ്യൂവർഷിപ്പ് തന്നെ അക്കാലത്ത് എല്ലാ ചാനലുകൾക്കും ലഭിച്ചിരുന്നു. പിന്നീട് ഇതേ ചാനലുകൾ തന്നെ അദ്ദേഹത്തെ ഭയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആങ്കർമാരെ സുരക്ഷിതരാക്കിയില്ല, അല്ലെങ്കിൽ അവരല്പം കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അവരുടെ ഏകപക്ഷീയമായ രാഷ്ട്രീയം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ നല്ല തിരിച്ചടി ലഭിക്കും എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൂടാതെ എതിർ പാനലിസ്റ്റുകളും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. കാരണം TGയുമായിട്ട് ഞങ്ങൾ ഇരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള റെസ്പോൺസൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച കൗണ്ടർ പോയിന്റിൽ ഉണ്ടായിരുന്നൊരു ചർച്ചയാണ്. മനോരമയിലെ കൗണ്ടർ പോയിന്റിൽ നിഷ പുരുഷോത്തമനായിരുന്നു ആങ്കർ. ക്രിസ്ത്യൻ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ്. നരേന്ദ്രമോദി സർക്കാർ, അതായത് 2014 ആദ്യമായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ചർച്ച. അധികമായിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു ചർച്ചയിൽ പോൾ തേലക്കാടായിരുന്നു ഒരു അതിഥി. അതുകൂടാതെ TG മോഹൻദാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോൾ തേലക്കാട്ടച്ചൻ വലിയ രീതിയിൽ നരേന്ദ്രമോദിയെയും RSSനെയും BJPയൊക്കെ വിമർശിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. അല്പം മോശമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമീപനമാണ് തേലക്കാട് സ്വീകരിച്ചത്. നമുക്കറിയാം തേലക്കാട്ടിൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് അതേ രീതിയിൽ മറുപടി കൊടുത്ത് TG ശരിക്കും കയ്യടി നേടിയിരുന്നു. കാരണം TGയുടെ അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കേട്ടപ്പോൾ ആങ്കർ നിഷ പുരുഷോത്തമൻ ആകെ ഭയപ്പെട്ടു പോയി. വേഗം ഷോ അവസാനിപ്പിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പോൾ തേലക്കാട്ടച്ചൻ്റെ ആ ഒരു വാദങ്ങളൊക്കെ അദ്ദേഹം പൊളിച്ചടുക്കി അവസാനം പറയുകയും ചെയ്തു, കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, കത്തോലിക്ക സഭയുടെ ചരിത്രമൊക്കെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ആ ഷോ അവസാനിക്കുകയായിരുന്നു. തേലക്കാട്ടച്ചൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കരുതി കൂട്ടി ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കാനുള്ള തുടക്കമാണ്. എന്നിട്ട് അത് നരേന്ദ്രമോദിയുടെ തലയിൽ വയ്ക്കുക. ഇയാൾ വന്നപ്പോഴാണ് ഇത് ഉണ്ടായതെന്ന് പറയുക. വെറുതെ എന്നെ കൊണ്ട് മറ്റേത് ആ ഇറ്റാലിയൻ നാവികരുടെ വെടിവെപ്പും ആ സമയത്തെടുത്ത് നിലപാടും ഒക്കെ പറഞ്ഞ് ചുമ്മാ അലമ്പാകും കേട്ടോ. ഞാനുള്ള കാര്യം തലക്കാട്ടച്ഛനോട് പറയാം, മര്യാദയ്ക്കാണെങ്കിൽ കൊള്ളാം.
അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ചരിത്രം ഞാൻ എടുത്ത് ഇട്ടാലുണ്ടല്ലോ എണീറ്റ് ഓടേണ്ടി വരും. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആ ടി ജി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ പ്രഭാവം തന്നെയാണ് കാണിക്കുന്നത്. കാരണം അദ്ദേഹം ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ BJP നേതൃത്വത്തിൻ്റെ എന്താ പറയുക, അവരുടെ ആ ഒരു രീതി അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾ അതൊന്നും പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പുള്ളി ഒരു വൺ മാൻ ഷോ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു മാവറിക് ആയിട്ടുള്ള ഒരു സ്റ്റോഞ്ച് നാഷണലിസ്റ്റാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായുള്ള അറിവുണ്ട്. ഈ രാഷ്ട്രീയം മാത്രമൊന്നുമല്ല, സ്പോർട്സിനെ കുറിച്ച് അറിയാം. അതുകൂടാതെ തന്നെ സാഹിത്യം, പിന്നെ മ്യൂസിക്, ഏത് മേഖലയെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ് TG മോഹൻദാസ്. ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ TG നിങ്ങൾക്ക് ഇല്ലാതാക്കാനൊന്നും സാധിക്കില്ല. എന്തായാലും അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. TG മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു പ്രഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിബർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയാണ്. അദ്ദേഹം ഒന്നും കൂടെ ഹീറോ ആയി മാറി എന്നതാണ് ഒരു വസ്തുത.